ഹായ്, നമസ്കാരം. ഡ്രാഗൾട്ട് എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചില കമൻറ്റുകൾ കണ്ടിരുന്നു, അതായത് പഴയ മന, അതുപോലെ തറവാട് എന്നിവയെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു പ്രശസ്തമായ ഒരു മനയാണ്, കക്കാട്ടുമന എന്ന് പറയും. അതായത് പട്ടാമ്പിയിൽ നിന്ന് ഇങ്ങോട്ട് 12 കിലോമീറ്ററാണ്. കൂറ്റനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചും തിരിച്ച്, അതായത് ഒരു ഉള്ളിലേക്ക് ഒരു 6-7 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം. അപ്പോൾ ഇത് 200 വർഷം പഴക്കമുള്ള ഒരു മനയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് 100 വർഷം മുമ്പ് ഈ കക്കാട്ടുമന നാരായണൻ നമ്പൂതിരിയാണ് അത് റീവാമ്പ് ചെയ്തത്, കുറച്ചുകൂടി ഇന്നത്തെ രീതിയിലൊക്കെ ആക്കി മാറ്റിയത്. അപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് വഴിയെ പറഞ്ഞുതരാം. ഇവിടെ വരുമ്പോൾ മുൻകൂർ അനുവാദം എടുക്കണം. പിന്നെ വീഡിയോൻ്റെ പെർമിഷനും കാര്യങ്ങളും ഞാൻ അകത്ത് പോയി ചോദിക്കണം. ഒരു നമ്പർ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഒരുപാട് സിനിമകൾക്കൊക്കെ ഷൂട്ടിങ് ഇവിടെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം വഴിയെ. ഇനി എങ്ങനെയാണ് ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്കൊക്കെ പോകാം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇപ്പോൾ കമൻറ്റുകൾ കുറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഇത് പുതിയതായിട്ട് കെട്ടിയതാണ് തോന്നുന്നു. മുകളിൽ ഓടൊക്കെ പഴക്കമുണ്ട് ഈ കെട്ടിടം. നമ്മുടെ മന താഴത്താണ്, അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനയെക്കുറിച്ചുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അവിടെ എന്തൊക്കെ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട് തോന്നുന്നു. വേറെ എന്തൊക്കെ ഷൂട്ടിംഗ് ഉണ്ട്, നമുക്ക് പോയി നോക്കാം. ആൾക്കാരോട് ചോദിച്ചപ്പോഴേ ഇവിടെയൊക്കെ വേറെ എന്തൊക്കെ ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ട പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉണ്ടല്ലോ, അവിടെയാണ് കാണിപ്പയ്യൂരിന്റെ മകള് താമസിക്കുന്നത്. അവരൊരു റിട്ടയർഡ് ടീച്ചറാണ്. മനയെ കുറിച്ചിട്ട് എന്തെങ്കിലും ചരിത്രം അറിയുമോ എന്ന് വിചാരിച്ച് അവരോട് സംസാരിച്ചു. അവർക്കും സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഫിലിം ഷൂട്ടിംഗ് ആണോ എന്നറിയില്ല, ചോദിച്ചു നോക്കാം. നമുക്കിതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. എന്താ വെട്ടുകല്ലാണ് മനോഹരമായിട്ട് കെട്ടിയിട്ടുണ്ട്. ഒരു വരാന്തയുണ്ട്, കല്ലുകളൊക്കെ മനോഹരമായിട്ട് ചെത്തി. 200 വർഷം പഴക്കമുള്ളൂ. പിന്നെ അത് കഴിഞ്ഞൊരു 100 വർഷം മുമ്പാണ് ഉള്ളിലേക്ക് പ്രവേശനമുണ്ട്. ഇതിൻ്റെ മരങ്ങളാണ്. ഇത് കട്ടൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ, നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട് നന്നായിട്ട്. എന്തായാലും ഇത് നല്ലൊരു തൂണ്, മരത്തിൻ്റെ തൂണാണ്. നല്ല ഒരു കൊത്തി വെച്ചിട്ടുണ്ട്. ഒരു വാതിലുണ്ട്. ഇത് കയറി വരുമ്പോഴുള്ള പൂമുഖം. ഇത് 4 കെട്ടാണ്. ഇവിടെ ഒരു മുറിയുണ്ട്. ഇത് ഭഗവതിയാണോ എന്താണെന്നറിയില്ല, അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം. ഇതാണ് 4 കെട്ട്.
ഇതിൻ്റെ മുകളിൽ ഇത് നല്ല പഴക്കമുണ്ട് കേട്ടോ. ഇത് കുറച്ച് ആണ് 4 കെട്ട്. ഇവിടെ ഒരു മുറിയുണ്ട്. മുകളിലേക്കൊരു കൊടുത്ത് തുറന്നിട്ടുണ്ട്. മുകളിലേക്കൊന്ന് പോയി നോക്കാം. അതിൻ്റെ ഇവിടെ ഒരു മുറിയുണ്ട്. അത് ഇരുട്ടാണ്. ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് കാണിക്കാണ്. ഞാൻ ഇതിനുള്ളിൽ ലൈറ്റ് ഇല്ല. ഇതിൻ്റെ ഇവിടെ അകത്തുനിന്ന് അടയ്ക്കുന്നതാണ്. ഇതെൻ്റെ സാക്ഷാ ഇതണ്ട ഇങ്ങനെയാണ്. ക്യാൻഡില് പോലെയാണ് ഉണ്ടാക്കിയത്. മരുന്ന് കുപ്പിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ താഴത്തുനിന്ന് വരുമ്പോ കണ്ടതാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്കൊരു കോണി പോലെ കണ്ടില്ലേ ഫസ്റ്റ്. ഭൂമുഖത്തുനിന്ന് കയറുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടൊരു ഇതുണ്ട്, പടികളുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്തായിട്ട് പിടി മൂന്നാം നിലയിലേക്ക് ഒരു പടിയിട്ട് നമുക്ക് നോക്കാം. അത് കയറി നോക്കാം. എന്താ നിലം കാവിട്ട നിലമാണ്. ഇതിലൊരു ചിത്രകാരൻ ഒരു ചിത്രമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഓ ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇതാണ് ചിത്രം. ഒരു ചിത്രം വരച്ചത്. ഇവിടെ ലൈറ്റ് ഇട്ടുണ്ട്. ഞാൻ ബൾബിട്ടു. ഇവിടുന്ന് പുറത്തേക്കൊരു വാതിലുണ്ട്. പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. 2ാം നില കഴിഞ്ഞ് നമുക്ക് 3ാം നിലയിലേക്ക് കയറാൻ. ഇത് പുറത്തേക്കുള്ള 3ാം നിലയുടെ ഇതിലാണ്. അപ്പൊ ഇതിന്റെ അടുത്തൊരു വാതിലുണ്ട്. ഇത് മൺചുമരാണ് കേട്ടോ. കംപ്ലീറ്റ് മണ്ണാണ്. മണ്ണ് തേച്ചിരിക്കുകയാണ്. ഇതിന്റെ മുകളിൽ തട്ട് നന്നായിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ തട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് 4 നില ഉണ്ട് ഇതിന്. ഇവിടെ ഒരു വാതിലുണ്ട്. ഇവിടെ നിന്ന് കിട്ടുള്ള കാഴ്ചയാണത്. ഇനി നമുക്ക് പതുക്കെ പുറത്തേക്ക് അതിന്റെ ഇപ്പുറത്തുള്ള കാഴ്ച കാണിച്ചതല്ലേ. എവിടെ ഒരു മുറി ഉണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട മുറിയാണ്. ഇതിലൊരു തൂണുണ്ട്. മരം കൊണ്ടുള്ളൊരു തട്ടിനൊരു തൂണ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു വാതിൽ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ നേരത്തെ കണ്ട കണ്ടോ, ഇവിടെ നിന്നൊരു കോണി വേറെ കൊടുത്തിട്ടുണ്ട്. ആ പുറത്തുനിന്നൊരു കോണി ഉള്ളതുപോലെ തോന്നി. ഇവിടെ നിന്നൊരു കോണി കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക്. ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. എന്താ പേര്? കുട്ടൻ. കുട്ടൻ എന്നാണ് അല്ലേ?
ഇവിടെയാണ് താമസം അല്ലേ? ആ അത് ശരി. ഇവിടെ ഇപ്പൊ എത്ര കാലായി? ചെറുപ്പം മുതൽ ഇവിടെ ഉണ്ട്. ഞാൻ അതിന്റെ ഇടയിൽ കുറെ വേറെ ജോലിക്കൊക്കെ പോയി. അത് ശരി. ഇപ്പൊ ആ ജോലി കഴിഞ്ഞപ്പോ അവിടെ തന്നെ ഇത് നോക്കി നടക്കണം. ഇപ്പൊ ഈ മനയുടെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ ആരാ? ഉടമസ്ഥത മുകളിലുണ്ട്. അവിടെ ഒരു പ്രായമായ ഒരു സ്ത്രീയൊക്കെ ഉണ്ടോ? അവരാണോ? അവരുടെ ജ്യേഷ്ഠനും അനിയനും മക്കളാണ്. അവരൊക്കെ ഉണ്ട് ഇവിടെ. അത് ശരി. അനിയന്മാര്. അപ്പൊ ഈ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്നത് ചേട്ടന്റെ മകനാണ്. ചേട്ടന്റെ മകനാണ്. അവര് അനിയന്റെ ഭാര്യ. ആ അത് ശരി. അവരുടെ അഡ്രസ്സാണ് ഞാൻ കണ്ടത് ഗൂഗിളില്. കക്കാട്ടുണ്ണി. അത് ശരി. അപ്പൊ ഈ മനയുടെ ബാക്കി ചരിത്രങ്ങള് കാര്യമായിട്ട് വല്ലതും അറിയോ? അന്ന് അറിയില്ല അല്ലെ? ശരി. അപ്പൊ എന്തായാലും ഇതൊക്കെ തുറന്നത് കാണിച്ചത് സൗകര്യമാണ്. ആ മുകളില് കണ്ടു, ഞാൻ അപ്പുറത്ത് കണ്ടു. കുറച്ച് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ചിലയിടത്ത്. അതെ അത് ശരി. അതെ ആ അപ്പൊ 2-3 കോണി ഉണ്ട് അല്ലേ? ആ ഇത് നല്ല സൗകര്യമുള്ള ഇപ്പൊ ഉപയോഗിക്കുന്ന റൂമാ തോന്നുന്നു. ആ അത് ശരി. ഓക്കെ, നന്നായി. ആ കാവ് കാണും അല്ലേ? ആ ഇവിടെയാണ് കാവ്. എന്താ ഭഗവതി? ആ സർപ്പക്കാവ്. ആ ശരി. ആ നന്നായി. എന്തായാലും പിന്നെ ഇതാരുടെ ഫോട്ടോ? ആ ശരി. അതെ, എന്റെ പേര് ഉമ. ഉമ എന്നാണല്ലേ? പ്രൊഫഷണൽ ഡാൻസ് ആണല്ലേ? ആ ശരി. വളരെ ഫേമസ് ആണ് അല്ലേ? ശരി. സുരേഷ്. ആ പിന്നെന്താ, ഞങ്ങളെ ബന്ധു കൂടിയാണ്. അത് ശരി. നീലിയമ്മ അവിടെ വരില്ലേ? വീട്ടിലാണേ. അവരിപ്പോ എന്തൊരു ആരും കൂടി വന്നിരുന്നോ? ഈ ജനലിലൂടെ നോക്കിയാൽ ആ തെക്കേ പടിയിൽ നമ്മൾ വന്ന വഴി കൃത്യമായിട്ട് കാണാം. അവിടുന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലൊക്കെ കൃത്യമായിട്ട് കാണാത്രേ. ഇവിടെ നമ്മൾ ആദ്യം കണ്ടില്ലേ, പൂമുഖത്ത് കടന്നപ്പോ ഒരു മുറി ഉണ്ട് പറഞ്ഞില്ല, എന്താണെന്ന് അറിഞ്ഞില്ല. അപ്പൊ അത് പറയുന്നത് ഇത് അളവ് ശരിയാകാൻ വേണ്ടിയിട്ട് ഒരു മുറിയാക്കി ഇട്ടതാണത്രേ, അല്ലാതെ വേറെ പർപ്പസ് ഒന്നും അതിനുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ ഒക്കെ ഒരു സ്റ്റേജ് പോലെയൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഈ മുറി ഇപ്പൊ അവിടെ തുറന്ന മുറി ആർട്ടിസ്റ്റുകൾക്ക് മാത്രമുള്ള മുറിയാണ്. ഇത് തെക്കു ഭാഗത്തേക്ക് കടക്കാനുള്ള വഴിയാണ്. ഈ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് അത്ര പല കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ അവര് വരുമ്പോ അവർക്ക് ഇരിക്കാനും ഇതൊക്കെ ആയിട്ടുള്ള ഒരു മുറിയാണ്, നന്നായിട്ട് ഉപയോഗിക്കുന്ന മുറിയാണ്. നന്നായിട്ട് ഇത് പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഉപയോഗത്തിലുള്ള മുറിയാണ്. ഒരു നാലുകെട്ടിന്റെ പല ഭാഗത്തുള്ള മുറികളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. പിന്നെ അദ്ദേഹം കുറച്ച് നാട്ടുവിശേഷങ്ങളൊക്കെ നമ്മളെ കുറിച്ച് ചോദിച്ചു, നമ്മളെ അറിയാം, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കള് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പലരും നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്ക് വന്നിരുന്നു. പിന്നെ ഒരു ആധുനികമായിട്ട് ചെയ്തതാണ് ഇത്, ഒരു ബാത്റൂമിന്റെ ഫെസിലിറ്റിയും മറ്റൊക്കെ. അപ്പൊ ഗസ്റ്റുകളൊക്കെ വന്നാൽ ഇവിടെയാണ് താമസിക്കുന്നത്. ഇത് അടുക്കളയാണ്. പിന്നെ പ്രായമായ ആളുകൾക്കൊക്കെ നിലത്തിരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ ഒരു മേശയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ നിൽക്കാം. പിന്നെ ഈ അടുപ്പൊക്കെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 12 വർഷം മുന്നേ വരെ ഇവിടെ എല്ലാവരും താമസിച്ചിരുന്നു അത്രേ. പിന്നെ ഇവിടെ ഒരു അടുക്കള കിണറുണ്ട്, ഒരു തുടി ഉണ്ട്, വെള്ളം കോരാൻ.
ഇവിടുന്ന് അങ്ങോട്ട് കടന്നാൽ അതാണ് പറയുന്നത്, ഇത് 8 കെട്ടായിരുന്നു എന്ന്. അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം കൂടി ചേർത്തിട്ടായിരുന്നു 8 കെട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് പൊളിച്ചു കളഞ്ഞതാണ്. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് സൗകര്യപ്പെടുത്തിയതാണ്. ഇപ്പുറത്ത് ഈ ടാങ്ക് വെച്ചതും പൈപ്പ് വെച്ചതും ഒക്കെ അങ്ങനെ ആയിരിക്കും ആണ് പറഞ്ഞത്. ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു മുറിയുണ്ട് ഈ സൈഡില്. ഇതൊന്ന് നമുക്ക് പുറത്തേക്ക് കിടക്കാം, അങ്ങനെയുള്ള വഴിയുണ്ട്. ഇതാണ് നേരെ കിഴക്ക് ഭാഗത്തേക്ക് കിടക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് വേർപെടുത്തിയതാണ്. ഇവിടുന്ന് അങ്ങോട്ട് കുളക്കടവിലേക്ക് പോകാം, പിന്നെ ഇറങ്ങിയാൽ സർപ്പക്കാവിലേക്ക് പോകാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കുളപ്പുരയൊക്കെ ഇതിനോട് ചേർന്നിട്ട് അത്ര ഉണ്ടായിരുന്നത്, അത് വേർപെടുത്തിയതാണ്. അത് പത്തായപ്പുരോടും ചേർന്നിട്ട് അത്ര ഉണ്ടായിരുന്നത്. അപ്പൊ അത് വേറെ നിർത്തിയിരിക്കുകയാണ്. പത്തായപ്പുരം നമുക്ക് കാണാം. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, വെട്ടുകല്ല് ഉപയോഗിച്ചിരിക്കുന്നത്, അത് പടുത്തിരിക്കുന്നത് സിമെന്റ് പോലെ. കുറച്ച് സിമെന്റ് തേച്ചിട്ടുണ്ട്, സിമെന്റിൽ തന്നെ പടുത്തിരിക്കുന്നത്. പക്ഷെ ആ സിമെന്റിന് പ്രത്യേകതയുണ്ട്. ഈ നിലത്തിലൊക്കെ നല്ല മിനുസമുണ്ട്, അതതിൻ്റെ ഒരു പ്രത്യേകത. വാതിലുകളൊക്കെ നല്ല കനമുള്ള വാതിലുകളാണ്. ഒരു പൂജാമുറി ഉണ്ടാവും സാധാരണഗതിയിൽ ഒരു മനയുടെ ഉള്ളിൽ, അങ്ങനെയുള്ളത് ഒന്നാണത്. പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഒരു വഴിയുണ്ട്. അതായത് ഈ ഭാഗത്ത് ആണ് ഒരു അടച്ചിട്ടിരിക്കുന്നത് ആ മുറി. ഇങ്ങനെ പല മുറികളും ഉണ്ട്. ചില ഭാഗങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെല്ലുന്ന സമയത്ത്, ആളില്ലാത്ത സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ പഴയ പ്രേത സിനിമകളുടെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ചില മൂഡ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രത്യേകമായിട്ട് പഴകിയ പടങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അതിനിപ്പുറത്തൊരു മുറിയുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ, പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ. പിന്നെ ഇവിടുന്ന് കടന്നു വന്നാൽ ഈ അറ്റത്ത് ഒരു മുറിയുണ്ട്. നമ്മളിപ്പോ ഇങ്ങോട്ട് കടന്നു 4 കെട്ടിന്റെ ഉള്ളിലേക്ക്, അതായത് ഫസ്റ്റ് 4 കെട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പൊ നമ്മൾ അവിടെ ഇപ്പൊ ഇതിന്റെ നിലമൊക്കെ നോക്കുകയാണെങ്കിൽ നിലമൊക്കെ കരിങ്കല്ല് പാകിയിരിക്കുന്ന നിലമാണ്. അപ്പൊ ഈ അറ്റത്ത് ഇവിടെ ഒരു മുറിയുണ്ട്. ഈ മുറിയുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പലകയൊക്കെ അടിച്ചപ്പോ പത്തായ ഉള്ളത്, പത്തായ അല്ലാതെ ഇത് കൂള് കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നല്ല തണുപ്പാണ് ഇതിന്റെ അകത്ത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, അതാണ് ഈ മുറിയുടെ ഇത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറെ കുത്തിയിരിക്കുന്നത് കണ്ടോ. ഇത് എന്താണെന്ന് അവർക്കും അറിയില്ല അത്രേ. ഇത് വല്ല വർഷങ്ങൾ കാണിക്കുന്ന മനയുടെ വർഷം കാണിക്കാൻ വേണ്ടിയിട്ടാണോ, അതല്ല മനുഷ്യർ ജീവിച്ചിരുന്നവരുടെ വയസ്സ് കാണിക്കാനുള്ളതാണോ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ പല ഭാഗത്തായിട്ട് ഇത് കുത്തി വെച്ചിട്ടുണ്ട്. അത് അയാൾക്കും അറിയുന്നില്ല, എന്താന്നുള്ള സംഭവം അറിയുന്നില്ല. എന്തോ ഒരു കണക്കാണ് ശരിക്കും. ഒരു എന്താന്നാ പറയേണ്ടത്, നമുക്ക് വളരെയധികം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു ഫീല് തോന്നും. ആ 15 വലിയ എത്ര വലിയ മോഡല്ല കേട്ടോ. ചെറിയ സൗകര്യങ്ങളൊക്കെ അല്ലേ. ഷൂട്ടിങ്ങിന് ഡെയിലി 15 പഠിക്കണേ. ശരി, അതൊരു വരുമാന മാർഗമാണ്. അത് ശരി. എന്താ ഇങ്ങനെ നമുക്കും ഇപ്പൊ രണ്ട് മൂന്നാൾക്ക് ചിലപ്പോ പണി ഉണ്ടാവും. അതന്നെ ഏറ്റവും വലിയൊരു കാര്യല്ലേ. പിന്നെ അങ്ങനെ നിങ്ങൾ സ്ഥിരം ഇവിടെ നിൽക്കുന്ന സ്റ്റാഫാണ്. ശരി. സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന. അതെ 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 അതെ. ഇത് കണ്ട ഈ തൂണൊക്കെ പഴയ തൂണാണ്, ഇതിന്റെ കൊള്ളാക്കണം. ഓ, ഒരു വലിയൊരു കല്ലിന്റെ തൊട്ടിയുണ്ടല്ലോ. ആ, കല്ലിന്റെ തൊട്ടിയാ. തൊഴുത്ത് അവിടെ ആയിരുന്നു. കയ്യാല കളത്തരൊക്കെ അവിടെ തൊഴുത്ത് പോയിട്ട് ഒരു 35 വർഷം കഴിഞ്ഞു. തൊഴുത്ത് മുന്നേ കയ്യാലും കളപ്പരയും പോയി. ഇങ്ങനെയാണ് കയ്യാല് കളപ്പരയൊക്കെ ആദ്യം പൊളിച്ചു പോലെ. എവിടെയായിരുന്നു കളപ്പര ഉണ്ടായിരുന്നു? അവിടെ ആയിരുന്നു അല്ലേ. അത് ശരി. ഇത് മൊത്തം എത്ര ഏക്കറുണ്ട് സ്ഥലം? 10 ഏക്കറുണ്ട്. 10ന്റെ മുകളിലുണ്ടല്ലോ. ഇത് കൊള്ളാണ്. ഇതാണ് കുളപ്പുര. പൊക്കത്തിലേക്ക്
ആ അത് ശരി. ഇതും പൊങ്ങിയിട്ട് ഒന്നിച്ചായിരുന്നു. ആ ഈ പത്തായപ്പേരോട് കൂട്ടിപ്പിണഞ്ഞ ഒരു കണക്ഷൻ ആയിരുന്നു. പത്തായപ്പേരും കുളപ്പരൊക്കെയാണ് വേറെ ആക്കിയതാ. അത് ശരി അത് ശരി. ഒരു രണ്ട് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ പണ്ട് എട്ടുകെട്ടിന്റെ ആ ഒരു വിശേഷങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ സന്ദർശിച്ച മനയിൽ വെച്ച് ഏറ്റവും കുറച്ചും കൂടി ഒരു പ്രത്യേകതയുള്ള ഒരു മനയായിട്ടാണ് എനിക്കിത് തോന്നിയിരിക്കുന്നത്. അപ്പൊ ഇത് പുരുഷന്മാർക്കുള്ള കടവാണ്. ഈ കുളപ്പരയുടെ ഇത് പുരുഷന്മാർക്കുള്ള കടവാണ്. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തിരുമാന്താംകുന്നിലത്തെ അവിടുത്തെ കല്ലുകളെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. ആ കല്ല് ഇത് ഇങ്ങനത്തെ കല്ലുകളാണ് ഈ കുളപ്പടവ്. ഇത് വെള്ളം തട്ടിയാലും ഈ കല്ലിന് ഒന്നും സംഭവിക്കില്ല. പിന്നെ ഇതൊക്കെ കരിങ്കല്ലാണ് എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഈ കടവിന്റെ അപ്പുറത്തെ കടവ് അത് സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. കണ്ടോ, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതില് ഒരു നന്നായിട്ട് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അതിനാണ് എനിക്കൊരു ഇവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ തോന്നുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു വലിയ ജന്മി അല്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ നോക്കിയിരുന്നത് ഇവര് തന്നെ ആയിരുന്നു. പിന്നെ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. അതായത് ഇത് പത്തായപ്പുരയാണ്. പത്തായപ്പുരക്ക് അടച്ചു കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇത് ഗസ്റ്റുകൾക്കോ വല്ലവർക്കും ഒരു റിസോർട്ട് പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താമസിക്കാനൊക്കെ വരിക്കാശ്ശേരി മനയിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, പലരും ഇവിടെ സമീപിച്ചു. അപ്പോൾ ചില ആളുകൾക്ക് ഇതിലെ മരങ്ങളിലോടാണ് താല്പര്യം, മറ്റു ചിലർക്ക് ഈ ഭൂമി പ്ലോട്ടായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട്, വേറെ ചിലർക്ക് ഇത് പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ നിധി കിട്ടുമോ എന്ന് വിചാരിച്ചു വരുന്ന ആൾക്കാർ. ഇങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ വന്നെങ്കിലും അതിൻ്റെ ആ അവരുടെ എന്താ പറയാ ആ പ്രലോഭനങ്ങളിലൊന്നും വീഴാതെ ഇപ്പോഴും ആ പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നാട്ടിൽ കുറേ പാടങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വിറ്റു. ഇപ്പൊ കുറച്ച് പാടങ്ങൾ മാത്രമേ ഇവര് നടത്തുന്നുള്ളൂ. അതാണ് പറയുന്നത്. അപ്പൊ ഈ പത്തായപ്പുരയുടെ വേറെയും ചില പ്രശ്നങ്ങൾ, താമസിക്കുന്നതിന് വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആർക്കും കൊടുക്കാത്തത്. അപ്പൊ ശരിക്കും നമുക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ അങ്ങനെ കഴിയുന്നതിന്റെ കാരണം അവരുടെ വ്യാമോഹത്തിലൊന്നും പോവാതെ ഇത് ഇങ്ങനെ നിലനിർത്തുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളാ പാലക്കാട് ആ ഭാഗത്തേക്കൊക്കെ പോയ സമയത്ത് നമ്മളത് ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ വലിയ മന ഒക്കെ ഇപ്പോൾ വലിയ ബാറാക്കിയിട്ടും വലിയ ഹോട്ടലാക്കിയിട്ടൊക്കെ കണ്ടു അവിടെ. അപ്പൊ അതൊക്കെ തോന്നുമ്പോൾ ഇവര് ഈ മനയെ ഇങ്ങനെ നിലനിർത്തുന്നതിൽ അവർ കാണിക്കുന്ന ശ്രദ്ധ, അതിനെ അഭിനന്ദിച്ചേ മതിയാകൂ. പിന്നെ ഷൂട്ടിങ്ങുകൾ, കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മഴയത്തു മുൻപേക്കെ ഇവിടെയാണ്. പിന്നെ കുറെ തമിഴ്, തെലുങ്ക്, അങ്ങനെ ആൾക്ക് പേരുകളൊന്നും അറിയണില്ല, കുറെ സിനിമകൾ എടുത്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് അതിന് കിട്ടുന്ന വരുമാനമൊക്കെ വെച്ചിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ കുറെ ആൾക്കാർ, അവരിപ്പോൾ നേരത്തെ നമ്മൾ വരുമ്പോൾ അവിടെ പന്തലിട്ട് കണ്ടിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതൊക്കെ കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്, ദിവസ വാടകയാണ് അതിനുള്ള ഇത്. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. പല മനകളുടെ ഉള്ളിലേക്കും പ്രവേശിക്കാൻ പോലും പറ്റില്ല. നമുക്കൊക്കെ ചില മനകളിൽ പോയിട്ടുള്ള അനുഭവം എനിക്കറിയാം, ഫോട്ടോ എടുക്കാൻ പാടില്ല പറ്റുന്നത്. ഇവര് നമ്മളോട് ചെയ്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുവാദം തന്നു തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമെന്ന് വിചാരിക്കാം. ഇതാണ് അവിടെ ഒരു പന്തൽ കെട്ടുന്നുണ്ട് പറഞ്ഞില്ല. ഇത് കല്യാണം 2 ദിവസം കഴിഞ്ഞാൽ കല്യാണം നടക്കുന്നുണ്ട് ഇവിടെ. ഞാൻ വരുമ്പോൾ തന്നെ കുറച്ച് ഫോട്ടോഷൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു ഗ്രൂപ്പ് കഴിഞ്ഞ് പോയി. എന്തായാലും വിശദമായിട്ട് അദ്ദേഹം കാണിച്ചു തന്നു. അപ്പൊ ഇതിനുള്ള ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ പറഞ്ഞാൽ ഈ ആർക്കിടെക്ചർ വിസ്മയം തന്നെയാണ്. കോണികളൊക്കെ 2 ഭാഗത്തേക്കുള്ള കോണികളായിരുന്നല്ലോ അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനൊരു മനം കണ്ടിട്ടില്ല അത്ര ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള, നല്ല രീതിയിൽ നന്നായിട്ട് പണി കഴിപ്പിച്ച ഒരു മനയാണ്. ഇപ്പോഴും അതിന്റെ ആ പുതുമ നിലനിർത്താൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. മനയുടെ ഏകദേശം പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കർപ്പക്കാവും അയ്യപ്പ ക്ഷേത്രവും ഉള്ളത്.
അപ്പം നമ്മൾ ഈ ഭാഗം എല്ലാം കണ്ടു കഴിഞ്ഞു. ഈ പതുക്കെ നമുക്ക് മടങ്ങാം. അപ്പോൾ ഒരുപാട് ഓർമ്മകളും എല്ലാം നൽകുന്ന, അതായത് പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരുപാട് ഗൃഹാതുരത്വവും ഓർമ്മകളും അതുപോലെ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ അതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ഈ മനയോട് വിട പറയാനുള്ള സമയമായി. വീണ്ടും പുതിയൊരു വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.